കൈരളി പീപ്പിളിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വപ്നങ്ങളുടെ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം. ഇന്ന് ഞാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ക്യാപിറ്റലായ അബുദാബിയിലാണ്. ഓരോ പ്രവാസി മലയാളികളുടെയും സ്വപ്നം സാക്ഷാത്കരിച്ച ഭൂമിയാണ്, മരുഭൂമിയാണ് ഈ UAE. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്ന ഒരു വ്യവസായി വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജോലി എന്ന സ്വപ്നവുമായി അബുദാബിയിലെത്തുകയും വ്യവസായ രംഗത്ത് വളരെയധികം പ്രമുഖനായി മാറിയ നോർത്ത് പറവൂർ തത്തപ്പള്ളി സ്വദേശി ശ്രീ MK സജീവാണ്. അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം. തത്തപ്പള്ളി ആ കൊച്ചു ഗ്രാമം, അവിടുത്തെ ഗ്രാമവാസികൾ സജീവേട്ടൻ്റെ ഓരോ വെക്കേഷനും വളരെ ആഘോഷമാക്കി മാറ്റാറുണ്ട്. കാരണം അങ്ങനെ ഒരു പക്ഷേ അങ്ങനെ ഒരു ആഘോഷമാക്കി മാറ്റുന്നത് പോലെ ആനയും അമ്പാരിയും ഭയങ്കര വാദ്യമേളങ്ങളും കൊണ്ടൊക്കെ ഭയങ്കരമായൊരു സ്വീകരണമാണ്. ശരിക്കും ആ നാട്ടുകാരുടെ സ്നേഹം മൊത്തം ഏറ്റുവാങ്ങിയ ഒരാളാണ്. ആ നാടിനെക്കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരോടൊന്ന് വിശദീകരിക്കാം. ഞാൻ 1983 ലാസ്റ്റാണ് അബുദാബിയിലെത്തുന്നത്. ഒരു കൈത്തൊഴിലുമില്ലാതെ ഞാൻ എത്തിയ ആളാണ്. ഒരു ഹെൽപ്പർ എന്ന നിലയിൽ വന്നു. അവിടെ നിന്ന് പടിപടിയായി സ്ഥാപനത്തിൽ ജോലി ചെയ്തു. വർഷങ്ങളോളം സ്ഥാപനത്തിൽ ചെയ്തു. അതിനുശേഷം ഞാൻ സ്വന്തമായി സ്ഥാപനം തുടങ്ങി. അങ്ങനെ ഈ നിലയിലെത്തിയ ആളാണ്. പിന്നെ അതിനിടയിൽ കുറച്ച് പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത്, പ്രശ്നങ്ങളും പ്രതിസന്ധികളും കുറച്ച് ഈ കഴിഞ്ഞ 6 മാസം കുറച്ച് പ്രതിസന്ധികൾ. കാരണം ഒരു സുഖത്തിനൊരു ദുഃഖം, അത് ദൈവം കൽപ്പിച്ചിരിക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യം, നമ്മുടെ നാട് അവിടെ സജീവേട്ടന് കിട്ടുന്ന ഒരു വലിയൊരു സ്വീകരണമാണ്. ശരിക്കും അവര് മനസ്സിൽ അറിഞ്ഞു തരുന്ന ഏറ്റവും വലിയ. അല്ല, ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് എൻ്റെ നാടിനെ സ്നേഹിച്ചു. പിതാവിന് എന്ത് ജോലിയായിരുന്നു? എൻ്റെ പിതാവിന് ചെത്ത് തൊഴിലാളിയാണ്. ചെത്ത് തൊഴിലായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ. എത്രാമത്തെ മകനായിട്ടായിരുന്നു ജന്മം? ഞാനൊരു മോനുള്ളൂ. ഒറ്റ മോനുള്ളൂ. ബാക്കി 6 സഹോദരിമാര്. അതിൽ ഒരാള്. ശരിക്കും ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം സജീവേട്ടന്റെ കയ്യിലാണ്. ശരിക്കും പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ എനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടില്ല. അതിനു മുമ്പ് സിസ്റ്റേഴ്സിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. അച്ഛൻ തന്നെ? അല്ല, അച്ഛൻ മരിച്ചതിന് ശേഷമാണ് കഴിഞ്ഞത്, കല്യാണമൊക്കെ കഴിഞ്ഞത്. പക്ഷെ എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊന്നും ഏൽക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ 23-ാമത്തെ വയസ്സിൽ ഇവിടെ വന്നതാണ്. അതിനുശേഷമാണ് ഞാൻ കുടുംബമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിച്ച് കൂടുതൽ അവരെയൊക്കെ നോക്കി അവരെയൊക്കെ ശുശ്രൂഷിച്ചു പോകുന്നത്. എങ്ങനെയാണ് ദുബായിൽ വരണമെന്ന് അല്ലെങ്കിൽ UAE വരണമെന്നുള്ളൊരു ആഗ്രഹം? ദുബായിൽ വന്നത് ഞാനൊരു നിമിത്തമായിട്ടാണ്. ഒരിക്കലും ഞാൻ ദുബായിൽ ഒരു വീട് വിട്ട് പോകേണ്ട ഒരാളല്ല. ഞാൻ 1980 ഒരു നാടക ട്രൂപ്പ് ഉണ്ടാക്കി. സ്വന്തമായിട്ടൊരു നാടക ട്രൂപ്പ് ഉണ്ടാക്കി. അതാണ് നിമിത്തം ഞാനിവിടെ എത്താൻ കാരണം. കാരണം 3 കൊല്ലക്കാലം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഞാൻ പ്രൊഫഷണൽ ട്രൂപ്പുമായിട്ട് നടന്നു. നൃത്ത നാടക ബാലെ, കഥാപ്രസംഗ നൃത്ത നാടക ബാലെ. അതിൽ ഏത് റോളാണ് കൈകാര്യം ചെയ്തത്? അത് അന്ന് ഇത് അമ്പലക്കാളികൾക്കൊക്കെ ഇതൊരു ഹരമായിരുന്നു. അതായത് ഒരു ഖാദികൻ കഥാപ്രസംഗം പറയുന്നു, അതിൻ്റെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് ബാലെ നാടകം 4 മണിക്കൂർ പ്രോഗ്രാമാണ്. അന്ന് അമ്പലക്കളികളിൽ നിന്ന് 4 മണിക്കൂർ ആളിൽ ഇരുന്നോളും. പക്ഷെ ഇന്ന് 25 പേരുമില്ല ഒരു നാടകം കാണാൻ. അതായത് സ്ഥിതി. എല്ലാം അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുക. നാടകത്തിലെ ഒരു പ്രൊഡ്യൂസർ റോളായിരുന്നു? അല്ല, ഞാൻ ഖാദികനായിരുന്നു. ഖാദികൻ അത് കഴിഞ്ഞ നാടകത്തിൽ അഭിനയിക്കും, അത് കഴിഞ്ഞ് ബാലയിൽ അഭിനയിക്കും. ഈ 3 ഇതിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന ആളാണ്. അങ്ങനെ ഒരു 3 കൊല്ലക്കാലം ഞാനത് കൊണ്ടുനടന്നു. 33 ആർട്ടിസ്റ്റുകളാണ് അന്ന്. ഇന്ന് ഓർക്കസ്ട്ര ഒന്നും വേണ്ടല്ലോ. അന്ന് 7 പേര് ഓർക്കസ്ട്രക്ക് മാത്രം. പാടാൻ ഫീമെയിൽ, പിന്നെ ആർട്ടിസ്റ്റുകൾ. അങ്ങനെ ഗാർട്ടൻ സെറ്റ് ചെയ്യാൻ ഒരാൾ, 2 പേര്, അങ്ങനെ എല്ലാത്തിനും ടോട്ടൽ 33 പേഴ്സണായിരുന്നു ഞങ്ങൾ. 9 ഫീമെയിൽ ആർട്ടിസ്റ്റും. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം പരിപാടികളൊക്കെ നടത്തി. പരിപാടികളൊക്കെ വളരെ ഭംഗിയായി. പക്ഷേ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ആർട്ടിസ്റ്റിനെ പിരിച്ചുവിടാനായിട്ട് വേറെ കാശുണ്ടാക്കണമായിരുന്നു. മനസ്സിലായേ? അങ്ങനെ 3 കൊല്ലക്കാലം ഒന്തി നീക്കി ലാസ്റ്റ് കടവും കടത്തിന്റെ കൂടെ സാമ്പത്തിക പ്രതിസന്ധി അവിടെ. അപ്പൊ പിന്നെ നാട്ടിൽ നിന്നാ രക്ഷയില്ല എന്നുള്ളൊരു സ്ഥിതി വന്നപ്പോൾ പോകുന്നതാണ് അബുദാബിക്ക്. കലയെ സ്നേഹിച്ചത് കൊണ്ടാണ് ഇത്രയൊക്കെ. അതുകൊണ്ടാണ് ഇത്രയും മാത്രം സ്ട്രഗിൾ ചെയ്തത്. അല്ലാതെ എനിക്കൊരു പ്രൊഫഷണൽ ട്രൂപ്പ് നടത്താനുള്ള സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നെ പലരും പിന്തിരിപ്പിച്ചതാണ്. നിനക്ക് പറ്റിയ ജോലിയല്ലേ ഇത്, നിന്റെ സാമ്പത്തികമായിട്ട് യോജിച്ചു പോകുന്നവരല്ല. പക്ഷെ ഞാൻ എന്തോ ഒരു ആരംഭശൂരുത്വം എന്ന് പറയാൻ വേണമെങ്കിൽ ആ ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് നമ്മുടെ ഗൾഫിലേക്ക്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഞാൻ ഗൾഫിൽ വരില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഗൾഫിൽ വരില്ല.
വരേണ്ട ആളല്ല. അപ്പൊ ഇങ്ങനെ ഗൾഫിലേക്ക് പോകണം എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ നമുക്കൊരു ഫൗണ്ടേഷൻ, കാരണം എന്ന് വെച്ചാൽ ഒരു ബേസ്മെന്റ് ഉണ്ടാവണം, നമ്മുടെ ആരെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യാൻ. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല, ഒരു ബേസ്മെന്റും ഇല്ല. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുക, മനസ്സിലായി. അതിനൊരു ഏജന്റിനെ കണ്ടുപിടിച്ചു. പൈസ ഇതുപോലെ തന്നെ ആ പൈസ ഞാൻ അവിടെ നിന്ന് ഇവിടെ നോക്കാം അഡ്ജസ്റ്റ് ചെയ്താണ്, കടം മേടിച്ചാണ് ആ പൈസ. അന്ന് 20,000 കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. ഒരു ഏജന്റിനെ കണ്ടുപിടിച്ച് അയാൾക്ക് കാശ് കൊടുത്തു. എവിടെ നിന്നാണ് ആദ്യമായിട്ട് എയർപോർട്ടിലേക്ക്? ബോംബെ വഴി? ബോംബെ നിന്നാണ് ഞാൻ പോകുന്നത്. ഞാൻ ബോംബെ നിന്ന്, ആലുവയിൽ നിന്ന് ബോംബെയിലേക്ക് ട്രെയിൻ. ബോംബെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് അബുദാബിയിൽ ഇറങ്ങുന്നത്. അപ്പോൾ ശരിക്കും നമ്മുടെ ആ നാടിനോടുള്ള സ്നേഹം ഒരുപാടാണ്. കാരണം നാട്ടിലെല്ലാവരും അറിയപ്പെടുന്ന ഒരു കലാകാരനായ സജീവ്, കഥാപ്രസംഗൻ, ഒരു നാടക ട്രൂപ്പിൻ്റെ ഉടമസ്ഥൻ എന്ന നിലയിൽ അറിയപ്പെടുന്നു. എല്ലാ കലാരംഗത്തും മറ്റ് ക്ഷേത്ര പരിപാടികളിലെല്ലാം സജീവ് എന്ന വ്യക്തി എപ്പോഴും ഓടി നടക്കുന്നതാണ്. ഇല്ല, അപ്പൊ അവിടെ നിന്ന് ഒരു സുഹൃത്തുക്കളും ഒക്കെ ഉള്ള ആ ഗ്രാമത്തിൽ നിന്ന് ആദ്യമായിട്ട് യാത്ര പറഞ്ഞു പോകുമ്പോൾ മനസ്സിനൊരു വേദന ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ദിവസങ്ങളോളം ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു രാത്രി പോലും വീട്ടിൽ നിന്ന് മാറി ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ ദിവസങ്ങളോളം ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം പിന്നെ ഇവിടെ വന്നിട്ടും വളരെ ബുദ്ധിമുട്ടായിരുന്നു. കമ്പനി ഒന്നും ശരിയല്ലായിരുന്നു. അങ്ങനെ കുറെ ത്യാഗങ്ങൾ സഹിച്ചു. തുടക്കത്തിൽ ഒരുപാട് നമ്മൾ കണ്ട സ്വപ്നം കണ്ട മരുഭൂമി ആയിരുന്നില്ല. ഇല്ല ഇല്ല ഇല്ല. അന്ന് കുറെ ശമ്പളങ്ങളൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു 1992 വരെയും ബുദ്ധിമുട്ടുകളായിരുന്നു. ഏത് കമ്പനിയിലാണ് ആദ്യമായി? ഞാനൊരു മെയിൻ്റനൻസ് കമ്പനി, ക്ലീനിങ് കമ്പനിയിലാണ് ആദ്യം വന്നത്. ക്ലീനിങ് കമ്പനിയിൽ ഹെൽപ്പറായിട്ട് ഞാൻ ജോയിൻ ചെയ്യണത്. അവിടുന്ന് പിന്നെ ഒരു ഫോർമാൻ്റെ ചാൻസ് കിട്ടി. ആ ജോലിയോടുള്ള ഉത്തരവാദിത്വവും നമ്മൾ എന്ത് ജോലി ചെയ്യാനുള്ള ഒരു മനസ്സും നാട്ടിൽ നിന്ന് തിരിക്കുമ്പോഴേ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ആളുകൾ നമ്മുടെ നാട്ടിൽ വൈറ്റ് കോളർ ആണെങ്കിലും അന്യരാജ്യത്ത് എന്നാൽ അവരെന്ത് ജോലി എടുക്കാൻ തയ്യാറാണ്. ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷെ നാട്ടിൽ നമ്മൾ ചെയ്യില്ല ആ പണികളൊന്നും. പക്ഷെ അന്യദേശത്ത് എന്നാൽ അവരെന്ത് പണി എടുത്തേ പറ്റൂ, അവർ അതിന് തയ്യാറാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു രാജ്യം. കാരണം ഇവിടുത്തെ കാലാവസ്ഥ ചൂടിന് ചൂടും തണുപ്പിന് തണുപ്പുമാണ്. നമ്മുടെ നാട് പോലെയല്ല. പിന്നെ ഇവിടുത്തെ ഭാഷ, ഇവിടുത്തെ സംസ്കാരം, ഇതൊക്കെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളാൻ? അതിനെല്ലാം ഉപരി നമ്മൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ളൊരു മനസ്സാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ത്യജിക്കുകയാണ്. അതൊരു പ്രശ്നമില്ല. പിന്നെ എനിക്ക് 23 വയസ്സുള്ള ഞാൻ വരുമ്പോൾ നമ്മളതൊക്കെ ത്യജിക്കാനുള്ള പ്രായമുള്ളൂ. അതിനൊക്കെ നമ്മുടെ മനസ്സിൽ ആദ്യമേ തയ്യാറെടുത്ത് കഴിഞ്ഞു. നമുക്ക് എന്ത് വന്നാലും പല പ്രതിസന്ധികളിൽ നിന്ന് അന്നും ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം പല ശമ്പളം ഇല്ലാതെയൊക്കെ വന്നപ്പോൾ സമരം ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ. അതിൽ നിന്നൊക്കെ ഞാൻ ഒഴിഞ്ഞു നിന്ന് നമ്മളുടെ കാര്യത്തിന് നിന്നിട്ട് അങ്ങനെയൊക്കെ ഞാൻ പോകുന്ന ഒരാളാണ്. വളരെ ഇതായിട്ട് പോകുന്ന ഒരാളാണ്. ആ കമ്പനിയിൽ ഹെൽപ്പറായിട്ട് കയറി പിന്നെ സൂപ്പർവൈസറായിട്ട് മാറി. ഒരുപാട് ആ ഒരു എക്സ്പീരിയൻസ്, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു വഴിത്തിരിവ്. അതിനുശേഷം ഞാൻ അൽബോഷ് ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞ CP ജോൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ കണ്ടുമുട്ടുകയാണ്. അദ്ദേഹത്തിന്റെ കമ്പനിയിൽ അതുപോലെ തന്നെ ഹെൽപ്പറായിട്ട് പിന്നെയും കയറിയാണ്. ഈ പഴയ കമ്പനിയിൽ നിന്ന് വിട്ടിട്ട് സൂപ്പർവൈസർ പോസ്റ്റിൽ നിന്ന് വീണ്ടും നമ്മൾ ഹെൽപ്പറിലേക്ക് പോകും. ഹെൽപ്പർ അവിടെ ഒരു വേക്കൻസി ഹെൽപ്പറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ പഴയ കമ്പനി മോശമായതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടാന്നുള്ള രീതിയിൽ അവിടെ തൽക്കാലം ഹെൽപ്പറായിട്ട് കയറി 6 മാസം കഴിഞ്ഞപ്പോൾ എന്നെ അഡ്മിനിസ്ട്രേഷനിലേക്ക് മാറ്റി. അവർ എൻ്റെ ഒരു ഇത് കണ്ടിട്ട് കൊണ്ടിട്ട് എന്നെ അവർ അഡ്മിനിസ്ട്രേഷനിലേക്ക് മലയാളി കമ്പനി CP ജോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അബുദാബിയുടെ ഫയർ ബ്രിഗേഡ് ഓർഗനൈസ് ചെയ്ത ആളാണ്. ദാറ്റ് മീൻസ് ഫയർ ബ്രിഗേഡ് ഉണ്ടാക്കിയ ആളാണ് CP ജോൺ. മലയാളിയാണ്. പുള്ളി 10 വർഷം അബുദാബി ഫയർ ബ്രിഗേഡിൻ്റെ ഡയറക്ടറായിരുന്നു. അതിനുശേഷം അവിടുന്ന് റിസൈൻ ചെയ്തിട്ടാണ് ഈ ഫയർ ഫൈറ്റിംഗ് ബിസിനസ് തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കണ്ടുമുട്ടുന്നത്. അങ്ങനെ എന്നെ അവിടെ പുള്ളി ജോലിക്ക് എടുത്തു. 6 മാസം ഞാൻ ഹെൽപ്പറായിട്ട് ജോലി, അതിൻ്റെ ടെക്നിക്കലായിട്ട് പഠിക്കേണ്ടി വന്നു. അതിനുശേഷം എന്നെ അഡ്മിനിസ്ട്രേഷനിലേക്ക് മാറ്റി. ഞാൻ പുള്ളിയുടെ ഒരു വലങ്കൈയായി. പിന്നെ കുറേ നാൾ, ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ചില ഫാമിലി പ്രോബ്ലംസും ഒക്കെ ആയതുകൊണ്ട് ഇവിടുന്ന് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. സ്ഥാപനം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോകേണ്ട ഒരു സ്ഥിതി വന്നപ്പോൾ ഞാൻ വേറൊരു സ്ഥാപനം തുടങ്ങി. അങ്ങനെ 14 വർഷം ഞാൻ സ്ഥാപനത്തിന്റെ പേരായിരുന്നു എന്തായിരുന്നു? അൽബോഷിയ ഫയർ ആൻഡ് സേഫ്റ്റി. അൽബോഷിയ ഫയർ ആൻഡ് സേഫ്റ്റി എന്നായിരുന്നു സ്ഥാപനത്തിന്റെ. 14 വർഷം ഞാൻ നടത്തി. 15ാമത്തെ വർഷം എന്തോ എവിടെയോ സംഭവിച്ച ഒരു പാവപ്പിഴ കൊണ്ട് എനിക്ക് ആ സ്ഥാപനം നഷ്ടപ്പെട്ടു. ശരിക്കും ഒരു മലയാളിക്കും സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവം. ഞാൻ വേണമെങ്കിൽ ഒരു 6 മാസം മുമ്പ് വേണമെങ്കിൽ പറയാം. അതെ, ആറ്റുനോറ്റു വളർത്തിയ ആ കമ്പനി അബുദാബിയിൽ എല്ലാവർക്കും അറിയാം ഇതെന്റെ സ്ഥാപനമാണെന്ന്. പക്ഷേ എനിക്കത് എന്നിൽ നിന്ന് അവിചാരിതമായി നഷ്ടപ്പെട്ടു പോയത്. പക്ഷെ എന്നാലും ഒരു കാര്യം, ഇത്രയൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ പോലും പിടിച്ചു നിൽക്കാനുള്ള ഒരു മനക്കരുത്ത്,
കഴിഞ്ഞ 6 മാസം ഞാനും എൻ്റെ കുടുംബവും വളരെയധികം ത്യാഗങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും എന്നെ അറിയുന്നവർ വരെ എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്, എന്നെ അടുത്തറിയുന്നവർ വരെ എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ലോകം എന്താണെന്ന് മനസ്സിലാക്കി. ഈ 14 വർഷവും MK സജീവ് എന്ന വ്യക്തിയുടെ കൂടെ നിന്നവർ അത് കഴിഞ്ഞിട്ട് എത്ര പേർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ ഒരു പക്ഷേ ദൈവം ഒരു പരീക്ഷണം നടത്തിയതായിരിക്കും. ഈ 15 വർഷക്കാലം ഞങ്ങൾക്ക് ജോലി, പൈസ, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കുടുംബം ഇതൊക്കെ മാത്രമായിരുന്നു. ഈ ലോകത്തെക്കുറിച്ച് ഞാൻ പഠിച്ചിരുന്നില്ല. ലോകം എന്താണെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ ലോകം നീ ഉദ്ദേശിക്കുന്ന മാത്രമല്ല, പക്ഷെ എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. എൻ്റെ കയ്യിൽ 10 പൈസ ഉണ്ടെങ്കിൽ, ഞാൻ നാട്ടിൽ ചെന്നപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചെറിയ വിഹിതം, ഇപ്പോഴും ഞാനത് പറയുന്നു, ഞാൻ കൊടുത്ത കാശൊക്കെ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ഒരു വിഹിതമാണ്. ഞാൻ ആരെയും പറ്റിച്ചല്ല, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ്. എന്നെ പറ്റിച്ചിട്ടുള്ളൂ. ഞാൻ ഇന്നൊരു ഈ അബുദാബിയിലുള്ള 99.9% എനിക്ക് ഗ്രൗണ്ട് സപ്പോർട്ടാണ്. എല്ലാവർക്കും അറിയാം ഇതെൻ്റെ സ്ഥാപനമാണെന്ന്. പക്ഷെ അതിലേക്കൊന്നും ഞാൻ കൂടുതൽ കടക്കുന്നില്ല. എന്നാലും നമ്മുടെ മനസ്സിൽ ഈ 14 വർഷം നമ്മൾ കൊണ്ട് നടന്ന നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ് നമുക്ക് അത്രയും വിശാലം. ഞാനും എൻ്റെ കുടുംബം അറ്റുനോറ്റ് വളർത്തിയൊരു സ്ഥാപനമാണത്. 24 മണിക്കൂറിൽ 17 മണിക്കൂർ ഞങ്ങൾ വർക്ക് ചെയ്യുമായിരുന്നു. രാവിലെ എത്രയും എല്ലാ എംപ്ലോയീസ് വരുന്നതിന് മുമ്പും ഞങ്ങൾ അവിടെ എത്തും. കുടുംബത്തിന്റെ ഒരു വലിയ അങ്ങനെ പക്ഷെ അവിചാരിതമായിട്ടുണ്ടായ എന്തോ സംതിങ് റോങ്ങിൽ സംഭവിച്ചു, ഞങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടു. പക്ഷെ അതിൽ ഞങ്ങൾ മനസ്സിനും ശരീരത്തിനും ശക്തിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും വിജയിക്കാൻ പറ്റുമെന്നുള്ള യാതൊരു തർക്കമില്ല. ഞങ്ങളൊരു സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ്, എയർ സേഫ് ഫയർ ആൻഡ് സേഫ്റ്റി എക്യുപ്മെന്റ്. അതുകൂടാതെ തന്നെ ഞങ്ങൾ ഡെൽമ എക്യുപ്മെന്റ് എന്നും പറഞ്ഞിട്ട് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനി തുടങ്ങിയിരിക്കുന്നു. മനസ്സിനും ശരീരത്തിനും ഒരു പ്രശ്നമില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരും.